നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമസ്കാരം. കവിളിലെ തിണർപ്പും കൊരവള്ളിക്കേറ്റ പരിക്കും മാഞ്ഞതോടെ വെല്ലുവിളിയും ഭീഷണിയുമായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആർഷോ മോൻ. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുമെന്ന് പണ്ട് സൈക്കിളജ്ഞക്കാരൻ വിളിച്ചു പറയുമായിരുന്നു. അതുപോലെയാണ് ഈ ആർഷോയുടെ കാര്യം. ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ പാലക്കാട്ടെ BJP നേതാവ് ഏൽപ്പിച്ച പരിക്കും മാനഹാനിയും ചില്ലറയൊന്നുമായിരുന്നില്ല. അന്ന് കൊരവള്ളി മുറുകി കണ്ണു തള്ളുന്ന ഈ ആർഷോ ഏവരിലും സഹതാപ കാഴ്ചയായിരുന്നു. താടിയും ചൊറിഞ്ഞ് വീട്ടിൽ പോയി കിടന്നതല്ലാതെ അതിൻ്റെ പേരിൽ യാതൊരു പ്രതികാരത്തിനും DYFI പോയില്ല എന്നത് ഇപ്പോഴും അത്ഭുതമുണ്ടാക്കുന്നു. പാർട്ടിയുടെ ഒരു കേന്ദ്രവും അതേപ്പറ്റി പിന്നെ മിണ്ടിയതുമില്ല. ഇപ്പോഴിതാ വർദ്ധിത വീര്യത്തോടെ തോറ്റു തുന്നമ്പാടി ഷോ മോൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. പുലി ഇറങ്ങിയെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭീതിയാണ്. അത് കൂട്ടിലായി എന്ന് കേൾക്കുമ്പോൾ സഹതാപവും. പ്രസംഗിക്കുമ്പോൾ എന്തൊരു പുലിക്കുട്ടിയാണ് ഈ ആർഷോ. പ്രസംഗം കഴിഞ്ഞ് തികച്ചും ശാന്തനാണ്. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി അവരുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മേമ്പൊടിയായി ഭീഷണിയും ചേർക്കാറുണ്ട്. ഈ പ്രസംഗവീര്യം കേട്ടാണ് അണികൾ നേതാവിനെ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. മണ്ണാർക്കാട്ടങ്ങാടിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തട്ടകം. അവിടെ നിന്നുള്ള വെല്ലുവിളിയുടെ വീര്യം കൊണ്ടാണ് ഇദ്ദേഹം എസഭയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്നത്. താനൊരു വിത്തുകാളയാണെന്നും ആർക്കും ബീജദാനം നടത്തുമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഭീഷണി. ആർക്കെങ്കിലും കൊച്ചുങ്ങളെ ഉണ്ടാക്കിത്തരണോ എന്ന് ചോദിച്ച് നടക്കുകയായിരുന്നു കാമ്പസുകളിൽ. ഈ പുള്ളികളാണ് അക്കാര്യങ്ങൾ സിമ്പിളായി നിർവഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാങ്ങാണ്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. എന്തായാലും ലീഗുകാർ CPMന്റെ ഓഫീസിന് മുന്നിൽ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പാർട്ടിയെ പ്രകോപിപ്പിച്ചത്. പാതി അടവ് കൊണ്ടുവന്നാൽ മുഴുവൻ അടവും DYFI ഇറക്കുമത്രേ. അടവുകൾ 18 പഠിച്ചവനാണ് ഈ ആർഷോ. പക്ഷേ എന്തു ചെയ്യാൻ, നിലത്ത് നിന്നിട്ട് വേണമല്ലോ ഒന്ന് പയറ്റാൻ. പ്രശാന്ത് ശിവൻ കർണക്കുറ്റിക്ക് അടിച്ചപ്പോൾ ഇയാൾ ഈ വീര്യം പുറത്തെടുത്തിരുന്നെങ്കിൽ ആണാണെന്ന് പറയാമായിരുന്നു. ഞൊടിയിടയിൽ അണികൾ തീർത്ത ആൾമറയ്ക്ക് പിന്നിൽ പോയി തടി കാത്തവനാണ് ആർഷോ. ഏതെങ്കിലും കവലയിൽ നിന്ന് മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചാൽ ഉജ്ജ്വലനായ നേതാവാകുമെന്നാണ് ഈ മണുക്കൂസുകൾ ചിന്തിക്കുന്നത്. ഈ വീറൊന്നും ഒരു ഡിബേറ്റിൽ ഇവർക്കുണ്ടാകില്ല. വിഷയങ്ങൾ പഠിച്ചു വരുന്ന മിടുക്കന്മാരാണ് അപ്പുറത്തുള്ളത്. അവരുടെ മുമ്പിലിരുന്ന് ബബ്ബ അടിക്കും. ഈ ചെറുപ്പക്കാരൻ സംയമനത്തിൻ്റെ ഭാഷയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വെല്ലുവിളിയാണ് പ്രധാന ഇനം. ചാനലുകളിൽ വന്നിരുന്നാലും ഇതുതന്നെയാണ് അവസ്ഥ. മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭഗത വന്നപ്പോൾ നല്ല ഉഷാറായിരുന്നു. അയാളെ മാനസിക രോഗി എന്നൊക്കെയാണ് ഇവരൊക്കെ വിശേഷിപ്പിച്ചത്. കവലപ്രസംഗമാകുമ്പോൾ ആരും മറുചോദ്യമൊന്നും ചോദിക്കില്ല. പിണറായി വിജയൻ്റെ പോലീസിനെയാണ് ഈ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നത്. ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കട എന്നാണ് മുൻപ് ഈ കുണുവാവ പോലീസിനോട് ആക്രോശിച്ചത്. ഈ ശിങ്കിടി മുങ്കന്മാർ വർഗീയതയ്ക്കെതിരെയും കേന്ദ്ര നയത്തിനെതിരെയുമൊക്കെ അങ്ങ് പൊരുതുകയാണ് വീരോചിതം. പക്ഷേ പിണറായി രായ്ക്ക് രാമാനം സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യും. വേട്ടാവളിയന്മാർ എന്തു പ്രയാസപ്പെട്ടാണ് കൂട് നിർമ്മിക്കുന്നത്. മണ്ണുരുള കൊണ്ടുവന്ന് വായിലെ ഉമിനീര് ചേർത്ത് കുഴച്ചു പാകപ്പെടുത്തി കൂടുണ്ടാക്കും. അതിൽ പൊറുതി തുടങ്ങുമ്പോൾ വല്ല കുസൃതി കുട്ടികളോ അരണയോ എലിയോ വന്ന് തട്ടിക്കളയും. ഇങ്ങനെ കുറേ വിട്ടി നേതാക്കന്മാരായ കുട്ടി സഖാക്കളാണ് പാർട്ടിയുടെ അസറ്റ്. ആർഷോ എന്തൊക്കെയോ ഡാഷ് ചെയ്യുമെന്നാണ് വെല്ലുവിളിക്കുന്നത്. വെല്ലുവിളിയൊക്കെ കഴിഞ്ഞ് അണികളുടെ അകമ്പടിയോടെ വേണം വീട്ടിൽ പോകാൻ. തെരഞ്ഞെടുപ്പിൽ തോറ്റാലുടൻ CPMകാരൻ്റെയും DYFIക്കാരൻ്റെയും ഒരു പതിവുണ്ട്. അടിയാ ഞങ്ങളുടെ പരിപാടി, ഞങ്ങൾ ഇറങ്ങിയാലുണ്ടല്ലോ ഇവിടെ ഒന്നും ബാക്കി കാണില്ല എന്നാണ് വെല്ലുവിളി. ജനങ്ങൾ ഇറങ്ങിയതോടെ ബംഗാളിലും ത്രിപുരയിലും ഒന്നും ബാക്കിയില്ലാതായി. മണ്ണാർക്കാട്ട് ചിറപ്പാടത്ത് വെച്ച് CPMകാർ 4 മുസ്ലിം ലീഗ് പ്രവർത്തകരെ ആക്രമിച്ചിരുന്നു. ഈ സംഭവത്തിൽ 6 CPMകാർക്കെതിരെ പോലീസ് കേസുമെടുത്തു. അതാണ് പോലീസിനെതിരെയുള്ള ഈ ഭീഷണിക്ക് കാരണം. ഈ ഡിങ്കിരിവാലന്മാരുടെ കയ്യിരിപ്പും പ്രവർത്തന ശൈലിയുമാണ് പാർട്ടിയെ കുത്തുപാളയെടുപ്പിക്കുന്നത്. എന്നാൽ ഈ പാർട്ടി സെക്രട്ടറിക്ക് പോലും ഇതേപ്പറ്റി യാതൊന്നും അറിയില്ല. ഇവരുടെയൊന്നും തല പുറത്ത് കാണിച്ചാൽ ജനം വോട്ട് ചെയ്യില്ല. കാരണവർ കയറൂരി വിട്ട ഈ യുവജന സിംഹങ്ങളെ കൂട്ടിലടയ്ക്കാൻ പാർട്ടിക്ക് കഴിയാത്ത കാലത്തോളം കവല പ്രസംഗത്തിൽ മാത്രമേ ഇനി പാർട്ടി കാണൂ.